നമസ്കാരം. മലയാളികൾക്ക് 19-ാം നൂറ്റാണ്ടിലെ നങ്ങേലിയായി എത്തിയ പ്രിയപ്പെട്ട താരമാണ് കയാതു ലോഹർ. ഇപ്പോൾ ടൊവിനോ തോമസിന്റെ ബിഗ് ബജറ്റ് ചിത്രം പള്ളിച്ചട്ടമ്പിയിലൂടെ താരം വീണ്ടും മലയാളത്തിൽ സജീവമാവുകയാണ്. സിനിമയിൽ എത്തുന്നതിന് മുൻപ് താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചും ചെയ്ത ജോലികളെക്കുറിച്ചും കയാതു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. സ്റ്റാർബക്സിലും തുണിക്കടയിലും വരെ ജോലി ചെയ്ത ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലെ തിരക്കുള്ള നായികയിലേക്കുള്ള ആ യാത്രയാണ് ഇന്ന് നമുക്ക് നോക്കേണ്ടത്. സിനിമയിൽ എത്തുന്നതിന് മുൻപ് താൻ ചെയ്ത ജോലികളെക്കുറിച്ച് കയാതു പറയുന്നത് ഇങ്ങനെയാണ്. സിനിമയിൽ വരുന്നതിന് മുൻപ് താൻ കുറേ അധികം ജോലികൾ ചെയ്തിരുന്നു. സ്റ്റാർബക്സിലും തുണിക്കടയിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. നിരവധി IT കമ്പനികളിലും താൻ ജോലി ചെയ്തിട്ടുണ്ട്. രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ IT കമ്പനികളിൽ ജോലി ചെയ്തിട്ടും കയാതുവിന് ലാപ്ടോപ്പ് നന്നായി ഉപയോഗിക്കാൻ അറിയില്ലത്രേ. ട്രെയിനിങ് പീരീഡിൽ മാത്രമാണ് താൻ അവിടെ ജോലി ചെയ്തതെന്ന് താരം തമാശ രൂപേണ പറയുന്നുണ്ട്. ഈ തുറന്നു പറച്ചിൽ കയാതുവിന്റെ ലാളിത്യമാണ് കാണിക്കുന്നത്. ടൊവിനോ തോമസിനെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന പള്ളിച്ചട്ടമ്പി ഒരു പക്കാ പീരിയഡ് ഡ്രാമയാണ്. 1950-60 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. ടീസറിലെ ദൃശ്യമികവ് ഹോളിവുഡ് നിലവാരത്തിലുള്ളതാണെന്നാണ് ആരാധകരുടെ അഭിപ്രായം. ഏപ്രിൽ 10-ന് 5 ഭാഷകളിൽ ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തും. ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണ്. സിനിമയിലെ ഗാനങ്ങളും ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞിരുന്നു. ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് ഗായകൻ വിശാൽ മിശ്ര ആദ്യമായി മലയാളത്തിൽ ആലപിച്ച കാട്ടുചെമ്പകം എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. ജെയ്ക്സ് ബിജോയുടെ സംഗീതം ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടാണ്. ക്വീൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഡിജോയും ജെയ്ക്സും ഒന്നിക്കുന്ന 4ാമത്തെ ചിത്രമാണിത്. മുൻ ചിത്രങ്ങളെപ്പോലെ തന്നെ ഇതിലെ ഗാനങ്ങളും ചാർട്ട് ബസ്റ്ററുകളായി കഴിഞ്ഞു. വിജയരാഘവൻ, സുധീർ കരമന, ബാബുരാജ് തുടങ്ങിയ വമ്പൻ താരനിര അണിനിരക്കുന്ന പള്ളിച്ചട്ടമ്പി ഏപ്രിൽ 10-ന് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുമെന്നുറപ്പാണ്. സാധാരണക്കാരിൽ നിന്ന് വന്ന് കഠിനാധ്വാനത്തിലൂടെ സ്വന്തം ഇടം കണ്ടെത്തിയ കയാതു ലോഹറിനും ടൊവിനോയ്ക്കും ഈ ചിത്രം വലിയൊരു വിജയമാകട്ടെ എന്നാണ് ആരാധകർ ഒന്നടങ്കം ആശംസിക്കുന്നത്. പൂനെ സ്വദേശിയാണ് കയാതു ലോഹർ. ഒരു പ്രൊഫഷണൽ മോഡലായിട്ടായിരുന്നു തുടക്കം. കന്നഡ സിനിമയിലൂടെയാണ് തുടക്കമെങ്കിലും മലയാളത്തിൽ വിനയൻ സംവിധാനം ചെയ്ത 19-ാം നൂറ്റാണ്ടിലെ നങ്ങേലി എന്ന കഥാപാത്രമാണ് കയാതുവിനെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കിയത്. മറാത്തി പെൺകുട്ടിയാണെങ്കിലും മലയാളം പഠിക്കാനും ഡബ്ബ് ചെയ്യാനും താരം വലിയ താല്പര്യമാണ് കാണിക്കുന്നത്. പള്ളിച്ചട്ടമ്പിയിൽ തന്റെ കഥാപാത്രത്തിന് കൂടുതൽ കരുത്തുണ്ടെന്ന് കയാതു വിശ്വസിക്കുന്നു. 1950-60 കാലഘട്ടത്തെ പുനർനിർമ്മിക്കുകയെന്നത് അണിയറ പ്രവർത്തകർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. അക്കാലത്തെ വസ്ത്രധാരണ രീതിയും ആഭരണങ്ങളും കൃത്യമായി കൊണ്ടുവരാൻ മാസങ്ങളോളം നീണ്ട ഗവേഷണം നടന്നു. കയാതുവിന്റെ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ഇതിനകം വലിയ ചർച്ചയായി കഴിഞ്ഞു. വെറുമൊരു ആക്ഷൻ സിനിമ എന്നതിലുപരി കേരളത്തിലെ പഴയകാല പോരാട്ടങ്ങളെയും കളരിപ്പയറ്റിന്റെ പശ്ചാത്തലവും ചിത്രത്തിനുണ്ട്. ടൊവിനോയും കയാതുവും തമ്മിലുള്ള കെമിസ്ട്രി സിനിമയുടെ വലിയൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും. ഡിജോ ജോസ് ആന്റണിയും ജെയ്ക്സ് ബിജോയും വീണ്ടും ഒന്നിക്കുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. ക്വീൻ സിനിമയിലെ പാട്ടുകൾ മുതൽ ജനഗണമനയിലെ ഇമോഷണൽ ട്രാക്കുകൾ വരെ ഈ കൂട്ടുകെട്ട് ഹിറ്റാക്കിയിട്ടുണ്ട്. മലയാളി ഫ്രം ഇന്ത്യക്ക് ശേഷം വീണ്ടും ഈ ടീം ഒന്നിക്കുമ്പോൾ കാട്ടുചെമ്പകം പോലെ കൂടുതൽ മനോഹരമായ മെലഡികൾ സിനിമയിലുണ്ടെന്ന് ഉറപ്പാണ്. 1950-കളിലെ മലബാറിന്റെയും മധ്യ കേരളത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത്. സാധാരണക്കാരുടെ രക്ഷകനായി മാറുന്ന ഒരു ചട്ടമ്പിയുടെ കഥയാണിതെന്ന് സൂചനയുണ്ട്. അക്കാലത്തെ ജമ്മിത്വത്തിനും അനീതിക്കുമെതിരെ പോരാടുന്ന നായകനായിട്ടാണ് ടൊവിനോ ഇതിലെത്തുന്നത്. പള്ളി എന്നത് ഒരു സ്ഥലത്തെയോ വിശ്വാസത്തെയോ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന ആകാംക്ഷ ആരാധകരിലുണ്ട്. ഡിജോ ജോസ് ആന്റണിയുടെ മുൻ സിനിമകളായ ജനഗണമന പോലെ തന്നെ ഇതിലും ശക്തമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. 50-കളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാടൻ ഗുസ്തിയും കളരിപ്പയറ്റും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആക്ഷൻ രംഗങ്ങളാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. പീറ്റർ ഹെയ്ൻ ഉൾപ്പെടെയുള്ള പ്രമുഖ ആക്ഷൻ കൊറിയോഗ്രാഫർമാരുടെ സാന്നിധ്യം സിനിമയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം നൽകുന്നു. സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവന്റെ ദൃശ്യങ്ങൾ ഓരോ ഫ്രെയിമും ഒരു പെയിന്റിംഗ് പോലെ മനോഹരമാക്കിയിട്ടുണ്ട്. കേവലം ഒരു ആക്ഷൻ സിനിമ എന്നതിലുപരി മികച്ച പ്രകടനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ചിത്രമാണിത്. വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കാരണവർ വേഷവും ബാബുരാജിന്റെ വില്ലൻ വേഷവും സിനിമയിൽ നിർണായകമാണ്. വേൾഡ് വൈഡ് ഫിലിംസിനൊപ്പം സി ക്യൂബ് ബ്രോസ് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ഈ ഒരു ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. 5 ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്നത് വഴി മലയാള സിനിമയുടെ വിപണി വിപുലീകരിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്.